നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവൻ. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു മഹാദേവൻ. സരസ്വതി കടാക്ഷത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ക്ഷേത്രം ഓദിക്കന്മാർ പൂജ നിർവഹിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. വാർത്തകൾ വിശദമായി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവൻ. താൻ ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, ഇന്നുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ചർച്ച നടത്തിയ അവതാരക തന്നെ തേജോവധം ചെയ്തു. പോലീസ് തന്റെ വീട്ടിൽ കയറി നരിവേട്ട നടത്തിയെന്നും പാർട്ടി തനിക്കൊപ്പമുണ്ടെന്നും തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു മഹാദേവൻ പറഞ്ഞു. ഞാനൊരു കൊലയാളിയുമല്ല, ഞാനും ആരുടെയും വധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. തെറ്റായ പ്രചരണം നടത്തിയ ആളുകളെ സ്വാഭാവികമായിട്ട് അവർക്കെതിരെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് ബാധ്യതയുണ്ട്. പലപ്പോഴും പല ആളുകളും ആ വീഡിയോ പോലും കാണാതെയാണ് പല പ്രതികരണം നടത്തിയിട്ടുള്ളത്. മെയിൻ സ്ട്രീമിലുള്ള മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അവരുടെ പ്രൈം ഡിബേറ്റിനകത്ത് എന്നെ ഒരു വില്ലനായി ചിത്രീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ചാനൽ ചർച്ചകൾ നടത്തുന്നത്. പോലീസ് സംവിധാനങ്ങൾക്കറിയാം ഞാൻ അവിടെ ഇല്ല എന്നുള്ളത്. എന്നിട്ടും എൻ്റെ മകൾ 7 വയസ്സുള്ള എൻ്റെ മകളും എൻ്റെ ഭാര്യ മാത്രമാണ് എൻ്റെ വീട്ടിലുള്ളത്. അവിടേക്ക് പോലീസ് കയറിക്കൊണ്ട് അവിടെ പ്രിന്റു മഹാദേവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ പലതരത്തിൽ പ്രഷറിന് അടിമപ്പെട്ടുകൊണ്ട് പല നടപടികൾ എടുക്കേണ്ടി വരും. അതിൽ വെളിയാടാവുക എന്നുള്ളത് ഞാൻ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ നിലപാട് കൃത്യമാണ്, എൻ്റെ സ്റ്റാൻഡ് കൃത്യമാണ്. ഞാൻ പാർട്ടിക്കൊപ്പം തന്നെയാണ്. പാർട്ടി എനിക്ക് ഉറച്ച പിന്തുണ നൽകി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോൾ ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം. അറിവിൻ ദേവതയായ സരസ്വതിയുടെ കടാക്ഷത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ക്ഷേത്രം കൂത്തമ്പലത്തിൽ ശ്രീ ഗുരുവായൂരപ്പന്റെയും സരസ്വതി ദേവിയുടെയും ഗണപതിയുടെയും ചിത്രങ്ങൾ അലങ്കരിച്ചു വെച്ചതിനു മുന്നിലാണ് പുസ്തകങ്ങൾ പൂജവെപ്പിനായി സമർപ്പിച്ചത്. ക്ഷേത്രം ഓദിക്കന്മാർ പൂജ നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദുർഗാഷ്ടമി ദിവസം പുലർച്ചെ സംഗീത മണ്ഡപത്തിൽ സംഗീതാർച്ചന, വയലിൻ അർച്ചന, ഭജന, മോഹിനിയാട്ടം, നൃത്തനിത്യങ്ങൾ എന്നിവ അർച്ചനയായി അവതരിപ്പിക്കപ്പെട്ടു. സംഗീതാർച്ചനകൾ കാണുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു. മഹാനവമി ദിനത്തിൽ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ സംഗീതാർച്ചന, വയലിൻ സോളോ, വയലിൻ ഡ്യുവറ്റ്, നൃത്ത സമന്വയം, ഭരതനാട്യം എന്നിവ അരങ്ങേറും. വിജയദശമി ദിനമായ വ്യാഴാഴ്ച പുലർച്ചെ 4-ന് നട തുറക്കും. 5-ന് പൂജയെടുപ്പ്, തുടർന്ന് വിദ്യാരംഭം. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുപൂക്കള മത്സരവും പൂക്കളെ തിരിച്ചറിയൽ മത്സരവും നടത്തി. തനി നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചുള്ള പൂക്കള മത്സരം ശ്രദ്ധേയമായി. കമ്പോളത്തിൽ നിന്നും വാങ്ങുന്ന പൂക്കൾ പൂർണ്ണമായും ഒഴിവാക്കി നാട്ടിലെ തോട്ടത്തിലും തൊടിയിലും പാടത്തും തോട്ടിൻകരയിലും വഴിയരികിലുമെല്ലാം വളരുന്ന പൂക്കൾ ശേഖരിച്ചാണ് കുട്ടികൾ പൂക്കളമിട്ടത്. പൂക്കളുടെ ഇതളുകൾ അടർത്താതെയും അരിഞ്ഞിടാതെയും പൂർണ്ണ രൂപത്തിലാണ് ഉപയോഗിച്ചത്. കളങ്ങളുടെ ദൃശ്യഭംഗിക്കൊപ്പം പൂക്കളുടെ സമൃദ്ധിയും വൈവിധ്യവും വിജയികളെ നിശ്ചയിക്കുന്നതിന് പരിഗണിച്ചിരുന്നു. 20 വയസ്സിന് താഴെയുള്ള 5 പേർ വീതമുള്ള 16 സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. നിലവിൽ കേരളത്തിന് ഭീഷണിയില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് വൈകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD മുന്നറിയിപ്പ് നൽകി.
ചൊവ്വാഴ്ച ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം ഒക്ടോബർ ആദ്യ ആഴ്ച വരെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴ സജീവമായി നിലനിർത്തുമെന്നും IMDയുടെ മുന്നറിയിപ്പിൽ പറയുന്നു. കിഴക്കൻ, വടക്കുകിഴക്കൻ, മധ്യ ഇന്ത്യയിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒക്ടോബർ 9 മാത്രമേ അനുകൂലമാകൂ എന്ന് IMD ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. നിലവിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ, ഗുജറാത്തിന്റെ ചില ഭാഗങ്ങൾ, രാജസ്ഥാൻ മുഴുവനും, മധ്യപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, പടിഞ്ഞാറൻ ഹിമാലയൻ മേഖല എന്നിവിടങ്ങളിൽ നിന്ന് മൺസൂൺ പിൻവാങ്ങി. ഒക്ടോബർ 9 മുതൽ മധ്യ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങുന്നത് കാണാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 880 രൂപ കൂടി ഒരു പവന്റെ വില 87,000-ലെത്തി. ഗ്രാമിന് 110 രൂപയാണ് കൂടിയത്. 10,875 രൂപയാണ് ഒരു ഗ്രാമിന്റെ വില. അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് തിരിയുന്നതും വില ഉയരാൻ കാരണമാകുന്നുണ്ട്. ദീപാവലിയോടെ സ്വർണം 12,000 രൂപയിലേക്ക് ഗ്രാമിന് എത്തുമെന്നാണ് നിലവിലുള്ള സൂചനകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ തന്റെ വാക്കുകൾ വളച്ചൊടിച്ചുവെന്ന് BJP നേതാവ് പ്രിന്റു മഹാദേവൻ. തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പാർട്ടിയെ ആക്രമിക്കുകയാണെന്നും പ്രിന്റു മഹാദേവൻ. സരസ്വതി കടാക്ഷത്തിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. ക്ഷേത്രം ഓദിക്കന്മാർ പൂജ നിർവഹിച്ചു. ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വെള്ളിയാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദമായി ആന്ധ്ര, ഒഡീഷ തീരത്തേക്ക് നീങ്ങാൻ സാധ്യത. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.